മിഥിലാദേശത്ത് വെച്ച് നടന്ന മക്കളുടെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ദശരഥാദികൾ അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി വിദേഹ രാജ്യം കഴിഞ്ഞ് ഭാർഗവാശ്രമത്തിൻ്റെ പരിസരത്തെത്തി. പെട്ടെന്ന് ബ്രാഹ്മക്ഷേത്രോമയമായ ഒരു തേജോപുഞ്ചം ആ ഘോഷയാത്രയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ സാക്ഷാൽ പരശുരാമനാണെന്ന് വസിഷ്ഠന് മനസ്സിലായി. ദശരഥ പരിവാരങ്ങൾ പരിഭ്രാന്തരായി. അതൊന്നും ഗൗനിക്കാതെ ശാന്തഗംഭീരനായി നിന്ന് തന്നെ നോക്കുന്ന ശ്രീരാമൻ്റെ നേരെ ഭാർഗവരാമൻ അടുത്തു. കൈകളിൽ വില്ല്, അമ്പ്, തോളിൽ പരശു, ശിരസിൽ ജട, നെഞ്ചിൽ പുലിത്തോൽ, അരയിൽ വൽക്കലം, കണ്ണിൽ കോപാഗ്നി, മുഖത്ത് രൗദ്രമുദ്ര. ഇങ്ങനെ വിലക്ഷണ രൂപമായ ആ രൂപം അടുത്തു വന്നിട്ടും ശ്രീരാമൻ അക്ഷോഭ്യനായി നിലകൊണ്ടു. പരശുരാമൻ്റെ ഗുരുവായ ശിവൻ്റെ വില്ലൊടിച്ചു എന്നതാണ് ശ്രീരാമൻ ചെയ്ത തെറ്റ്. ശ്രീരാമൻ പല അനുനയവാക്കുകൾ പറഞ്ഞിട്ടും ഭാർഗവരാമൻ അടങ്ങുന്ന മട്ടില്ല. ഭാർഗവരാമൻ തുടർന്നു: ഹേ ധിക്കാരി, നീ എന്നെയും എൻ്റെ ഗുരുവിനെയും നിന്ദിച്ചു. ആകട്ടെ, നിന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ. ഇതാ ഈ വില്ലൊന്നു കുലയ്ക്കുക. ശ്രീരാമൻ വില്ല് വാങ്ങി കുലച്ചു. ബാണം തൊടുത്ത ശേഷം ലക്ഷ്യം കാണിച്ചു തരാൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു. ബ്രഹ്മാണ്ഡം തന്നെ ലക്ഷ്യമാക്കിയാൽ അതുപോലും തകർന്നു പോയേക്കുമെന്ന് ഭയന്ന് തൻ്റെ തപഫലം ബാണമാക്കി ലക്ഷ്യമാക്കിക്കൊള്ളാൻ പരശുരാമൻ പറഞ്ഞു. കുലച്ച വില്ലും തൊടുത്ത ബാണവും വൈഷ്ണവമായിരുന്നു. അവയും സ്വന്തം വൈഷ്ണവവും തേജസ്സും ശ്രീരാമനിൽ സമർപ്പിച്ച് അവതാര കാര്യം നിർവഹിച്ചു കഴിഞ്ഞ പരശുരാമൻ ശ്രീരാമനെ അനുഗ്രഹിച്ച് സ്ഥിര തപസ്സിനായി വീണ്ടും പുണ്യാശ്രമത്തിലേക്ക് പോയി.